ആൾക്കാർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഞങ്ങൾ ഒരാഴ്ചയായിട്ട് കിടന്നുറങ്ങിയിട്ട്. അപ്പോൾ ഇനി കിടന്നുറങ്ങാൻ കഴിയണമെങ്കിൽ ആകെ ഒരു സ്ഥലമുള്ളൂ ഈ KSEB ഓഫീസാണ്. ഇവിടെ 2 ഫാനുണ്ട്. ആ ഫാനിൻ്റെ ചോട്ടിൽ കിടന്ന് എങ്ങനെയും ഉറങ്ങിയിട്ട് നാളെ തൊട്ട് ഈ ഉറക്കക്ഷീണം എങ്ങനെയും ഒന്ന് കുറയ്ക്കാൻ തുറത്താൽ ഇവിടെ വന്നത്. ഒരു മനുഷ്യന് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ചെറിയ കുഞ്ഞു പിള്ളേരുള്ള വീട്ടിലും കാർന്നോന്മാരുള്ള വീട്ടിലും സാധാരണക്കാരുടെ വീട്ടിൽ ഇൻവേർട്ടർ ഇല്ല. അവര് ഉഷ്ണം കൂടിയിട്ട് ആൾക്കാരും വിളിച്ചാൽ എടുക്കാനുള്ള ഒരു മര്യാദ ഇങ്ങനെ കാണിക്കണ്ടേ? നിങ്ങൾ ഫോൺ എടുത്ത് കാര്യവും പറയുന്നില്ല. നിങ്ങൾ ഈ മൂട്ടിൽ തന്നെ ഫോൺ എടുക്കണ്ട. കിടപ്പ് രോഗികളുള്ള സ്ഥലം. ഈ കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം കറണ്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പറയാനുള്ള ഒരു മര്യാദ കൂടെ ഇങ്ങനെ കാണിക്കണ്ടേ? ഇന്നലെ വിളിച്ചു കഴിഞ്ഞപ്പോ സബ്സ്റ്റേഷനിൽ ചുമ്മാ സബ്സ്റ്റേഷൻ ഇന്നലെ വിളിച്ചു കഴിഞ്ഞാൽ സബ്സ്റ്റേഷൻകാർ ചുമ്മാ വെറുതെ കറണ്ട് കെട്ടിയതേക്കുവാണ്. അപ്പൊ പിന്നെ ഇനി ഇവിടെ കിടക്കാൻ പറ്റുള്ളൂ. വേറെ സ്ഥലമില്ല പോയി കിടന്നുറങ്ങാനായിട്ട്. 5 മണിയാകുമ്പോഴേ ഒന്ന് ഉറങ്ങണേ. എങ്ങനെ ഉറങ്ങുന്നത്? പർസയൊക്കെ കണ്ടു കഴിഞ്ഞാൽ 10 വർഷമായിട്ട് കറണ്ട് കെട്ടില്ലാന്ന് പോകും. അത് കഴിഞ്ഞിപ്പോ എത്ര ദിവസമായി ഇങ്ങനെ കറണ്ട് പോയിക്കൊണ്ടിരിക്കണം? ഞങ്ങളാണോ പിന്നെ കയറി ചെയ്യണ്ടേ? അരമണിക്കൂർ മുമ്പ് വിളിച്ചോണ്ടിരിക്കണേ. ഇരുപതിലെ കാര്യം ഇവരെ ആരും സംസാരിക്കാൻ മതി. 10 വർഷമായിട്ട് കറണ്ട് കെട്ടില്ലാന്ന് പറഞ്ഞേക്കാം. അപ്പം ഇപ്പൊ നിലവിൽ ഇവിടെ വന്നിട്ടുണ്ട്. അവര് ലേഡിയാണ്. അവർ വന്നിട്ട് പറഞ്ഞത് ഇനി മേലാൽ ഇവിടെ ആവർത്തിക്കില്ല. മേലാൽ ആവർത്തിക്കാതെ നാളെ തൊട്ട് കറണ്ട് കെട്ടുണ്ടാകാത്ത രീതിയിൽ ഇവിടെ ആകെ 2 സ്റ്റാഫാണുള്ളത്. ഫ്യൂസ് ലോഡ് കൂടിയിട്ട് ഫ്യൂസ് അടിച്ച് പോയി കഴിയുമ്പോൾ 2 സ്റ്റാഫിനെ വെച്ച് എങ്ങനെ ഇവർ മുന്നോട്ട് പോകും? ഇവിടെ ഞങ്ങൾ വന്ന് കിടന്നപ്പോൾ തന്നെ 100 കണക്കിന് കോളാണ് വേണം. ആ കോൾ അറ്റൻഡ് ചെയ്യാൻ പോലുള്ള സ്റ്റാഫുകളെ ഇവർക്കില്ല. 2 സ്റ്റാഫിനെ വെച്ച് നൈറ്റ് ഡ്യൂട്ടിക്കാർ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം കൂടുതൽ സ്റ്റാഫിനെ നൈറ്റ് ഇതിൽ വെക്കാനും പിന്നെ ഫ്യൂസ് അടിച്ച് ഇത് എല്ലാ മാസവും കറണ്ട് ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്യൂസ് അടിച്ച് പോകാതെ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. 10 വർഷം ലോഡ് ഷെഡിങ് ഇല്ല എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപയുടെ ഇത് പരസ്യമാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്. ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി NH 66 ആണങ്കൂർ, കാസർഗോഡ്.